Today I'm here to talk about Coolie. അപ്പോൾ ഇന്നലെ റിലീസായി ഐ വാസ് ഏബിൾ ടു വാച്ച് ദ ഫാൻ ഷോ ആൻഡ് ദ റീസൺ ഐ ഡിൻറ്റ് വോണ്ട് ടു ടെൽ ഓർ ടോക്ക് അബൌട്ട് കൂലി ടു യെസ്റ്റർഡേ വാസ് ഫസ്റ്റ് ഡേ ആണ്, സോ ദർ ആർ ലോട്ട് ഓഫ് നോയ്സ്. സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു സെറ്റിൽ ആൻഡ് സീ ഹൗ ദ തിങ്സ് ആർ ആൻഡ് ദെൻ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പീപ്പിൾ ആർ ബാഷിങ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ. സോ ഐ എം ജസ്റ്റ് വണ്ടറിങ് ലൈക്ക്, is it really that bad, or is it ഞാനാണോ ദ ഓഡ് വൺ ഔട്ട് ഹൂ ഇസ് ലൈക്ക് അങ്ങനെ എനിക്ക് മോശം തോന്നിയില്ല എന്ന് തോന്നാൻ, റൈറ്റ്? സോ നൗ ഇപ്പോൾ ഐ തിങ്ക് കുറേ പേരൊക്കെ കണ്ടു കാണും ആൻഡ് കുറേ പേരൊക്കെ ഡിസൈഡ് ചെയ്ത് കാണും പോകണ്ടെന്നുള്ളത്, ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ഡിപ്പെൻഡ് ഓൺ റിവ്യൂസ്. നോ, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ആൻഡ് ഐ ഫീൽ ദാറ്റ് പറയണം എന്നുള്ളത്. So firstly, Coolie is not a bad movie. I should never say Coolie is a bad movie. എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനോ, because I have had experiences where I wanted to get out. So Coolie ആ ഒരു ജോണറിൽ വരികയില്ല. It is not at all a bad movie. Secondly, this is a movie which had a lot of expectations. നമ്മളിപ്പോൾ എപ്പോഴും പറയും ലൈക്ക് ഹൈപ്പ് വെക്കരുത്, ഗോ വിത്ത് ലെസ് ഹൈപ്പ്, ഇറ്റ് കിൽസ് യു എന്നൊക്കെ പറയെങ്കിലും ലൈക്ക് സംവെയർ നമ്മുടെ മൈൻഡിൽ അത് വരും അല്ലേ, ബിക്കോസ് ലോട്ട് ഓഫ് മൂവീസ് വിച്ച് കെയിം വിത്ത് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് അങ്ങനെയാണ് വീണതും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും നമ്മൾ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോവുകയാണ്, ബിക്കോസ് ഓഫ് കോഴ്സ് ടീമും ആ കാസ്റ്റും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡയറക്ടർ അല്ലേ. ഐ തിങ്ക് ലോകേഷ് ഇപ്പോഴും ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ദ കൺട്രി. കൂലി റിലീസിന് ശേഷം അതിന് മാറ്റമൊന്നുമില്ല. സോ ഹൈപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് യു എക്സ്പെക്ട് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറിൽ തന്നെ നമ്മൾ പഴയ മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വെയിറ്റേജ് വരാത്തതുകൊണ്ട് നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഔട്ട് ബേസ്റ്റ് ആയിരിക്കും കൂലി നന്നല്ല എന്നുള്ളൊരു തോട്ട് വരുന്നത്. ബട്ട് വെൻ യു എന്താ പറയുക, സിറ്റ് ആൻഡ് തിങ്ക്, ഐ മീൻ നോ, ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ബാഡ് മൂവി, ഇൻഫാക്ട് ഇറ്റ് ഈസ് എ ഗുഡ് മൂവി, റൈറ്റ്? ആൻഡ് ഐ തിങ്ക് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് this is something which I still don't understand. This is certified A certified ആണ്, ബട്ട് എന്തിനാണ് ഈ A സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ളത് ലൈക്ക് ഇപ്പോഴും ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. കാരണം ഇപ്പോൾ ഞാൻ കണ്ട ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടെ ഒരു സീനിൽ ലൈക്ക് there were some dialogues muted. അപ്പോൾ A സർട്ടിഫിക്കറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് ഓൾസോ അങ്ങനത്തെ ഒരു എക്സ്ട്രീം വയലൻസും ഞാൻ കണ്ടില്ല. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ബിസാർ. എന്തിനാണ് കൊടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അഗെയിൻ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ ദ സോ കോൾഡ് LCU അതിൽ കാണുന്ന ക്യാരക്ടറൈസേഷനും അതുപോലെ അതിൽ കാണുന്നൊരു സ്ക്രീൻ പ്ലേ, അതിൽ കാണുന്നൊരു മേക്കിംഗ് ഒക്കെ കണ്ട് ഐ തിങ്ക് ലോകേഷിൻ്റെ ഫിൽമോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ മൂവീസ് ആൾ ചെയ്തിട്ടുള്ള LCUലാണല്ലോ, മാനവരും ഒഴികെ. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിലായിട്ട് നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ട് സംവെയർ വി വാണ്ടഡ് ദാറ്റ് തിങ് ടു ഹാപ്പൻ ഹിയർ. ഈവൻ ദോ കൂലി സ്റ്റാൻഡ് ലോൺ ആണെന്ന് പറഞ്ഞിട്ടും നമുക്ക് എവിടെയൊക്കെയോ ആ ഒരു റിലേഷൻ വരണം എന്നുള്ളൊരു മൈൻഡിൽ ഉണ്ടായത് കൊണ്ടാവാം ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നത്, റൈറ്റ്? നൗ പക്ഷേ ടോട്ടാലിറ്റി ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് മൂവി. വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഡെഫിനറ്റ്ലി കണ്ടിരിക്കാൻ പറ്റും. അതിലൊരു തർക്കവും. ബിക്കോസ് ഐ വോണ്ടഡ് ടു സ്പീക്ക്, ബിക്കോസ് ഐ തിങ്ക് ദ പ്രോബ്ലം വിത്ത് ഇസ് ദാറ്റ് കുറേ ഹെയ്റ്റ് കമൻറ്റ്സ് വരും അല്ലേ. നമ്മൾ ഫസ്റ്റ് ഡേ ലോട്ട് ഓഫ് മൂവീസിന് അൺനെസസറി ഹേറ്റ്രഡ് വരും, ലൈക്ക് അത് പോരാ എന്നൊക്കെ പറഞ്ഞ ട്രോൾസും കാര്യങ്ങളൊക്കെ. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ടു പീപ്പിൾ ഹു ആർ ഡൈസി, ഐ മീൻ ഹു ഫീൽ ദാറ്റ് ഓക്കെ ഞാൻ പോണോ ഞാൻ വേണ്ടയോ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാനിത് ചെയ്യുന്നത്. ഐ മീൻ ടു ദം ഐ എം ടെലിങ് യു, ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് മൂവി. You can go if you are able to watch it in a packed theater. You will have moments and it's like a graph, up down അങ്ങനെ പോകുന്നത്. But again you can sit through 2.5 hours duration and you won't feel bad about it, is what I felt, right? So yeah, I just wanted to tell this. So I hope everybody is doing great. Happy Independence Day. See you.